ഹലോ. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ആലപ്പുഴ പോയായിരുന്നേ. ആദ്യം അമ്പാടിക്കും കൂടെ ആ ഒരു വാട്ടർഫോൾസ് കാണണമെന്ന് പറഞ്ഞ് ചേച്ചി ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടുപോയത്. കഴിഞ്ഞ ആഴ്ചത്തെയാണ് ഇത്. ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത്. അവിടെ ചെന്ന് നല്ല രീതിയിൽ പോസ്റ്റ് കിട്ടിയായിരുന്നു. 2 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് 2:30, 3, 3:15 ആകുമ്പോഴാണ് ടിക്കറ്റ് കൊടുത്തത്. കാര്യം അവരാൾ വരുന്നതനുസരിച്ച് കണ്ടേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ടിക്കറ്റ് കിട്ടി അകത്തോട്ട് കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു വൺ സൈഡ് മാത്രമേ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നുള്ളൂ, ഓപ്പോസിറ്റ് സൈഡ് ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും പിള്ളേരുടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ട് പോയി. വാട്ടർഫോൾസ് കാണാനും രസമുണ്ട്, അതിൽ പോകാൻ ഉപ്പ് വെള്ളമാണ്. ആദ്യം ഓടിപ്പോയി കയറിയിട്ടുണ്ട്, ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. പിന്നെ നമ്മൾ കയറിയിട്ടില്ല, പിള്ളേർ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു. കാര്യം നമ്മൾ അവിടെ നിന്നാൽ മതി, നനഞ്ഞോളൂ. ഈ വെള്ളം തെറിച്ച് വന്ന് നമ്മുടെ ദേഹത്ത് വീഴുന്നുണ്ട്. പക്ഷേ എനിക്കെൻ്റെ ഐഡിയോളജി മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ ഇപ്പം ആദ്യം നിൽക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് നിൽക്കുകയാണ്, അത്രയും ഡീപ്പായിട്ടല്ല, കുറച്ച് ഫ്രണ്ടിലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നനയത്തില്ല. അതെന്തൊരിത്, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ നനയുന്നുണ്ട്, എന്തുവാ ഇത് കൊണ്ട് അവരൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ഇങ്ങനെ അമ്മ പോയാണ്ട് അവിടെ നിൽക്കുന്നുണ്ട, അമ്മ പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് പോയി നിൽക്കണമെന്ന് പറഞ്ഞ് ചേച്ചി അതിന് പുറകിൽ ഓടിയിട്ടുണ്ട്. എന്തായാലും ഞാനേ ഉള്ളൂ പോഞ്ഞത്. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റൈഡാണ് ഇത്. ഒരുപാട് പേര് അവിടെ വന്നിരിപ്പുണ്ടായിരുന്നേ. ഒരുപാട് പേര് ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് കാണുന്നുണ്ട്. കാര്യം ഇവർ ചെയർ അവിടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അവിടെ ഇരുന്നാൽ നമുക്ക് ഡയറക്റ്റ് ആ വെള്ളം അടിയിൽ നമ്മുടെ ഡ്രസ്സെല്ലാം നനയുന്നുണ്ട്. പക്ഷെ കുറച്ചായിട്ട് ബാക്കിലായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇവിടെ രാത്രിയിലെങ്ങാണ്ടാണ് തോന്നുന്നു രസം. DJ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയായിരുന്നു. ഇവിടെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് നേരെ അകത്തോട്ട് നടന്നപ്പോഴത്തേക്ക് അവിടെ ആർച്ച് പോലെ ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഫോട്ടോ എടുക്കും നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ നമ്മുടെ കണിക്കൊന്നയില്ലേ, പ്ലാസ്റ്റിക് അതുപോലത്തെ പല കളറ് കണിക്കൊന്നയുടെ സെയിം ഫ്ലവർ പോലെ വന്നിട്ട് കളർ ഷെയ്ഡ് വരുന്ന അത് വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്തോട്ട് നല്ല രസമുണ്ട്, ഫോട്ടോ എടുക്കാനും മറ്റും കാര്യമൊന്നും കൊള്ളാം. അത്ര എനിക്ക് ഹൈപ്പൊന്നും തോന്നിയില്ല, കൊള്ളാം. ഞാനും ചേച്ചിയും കൂടെ പറഞ്ഞുകൊണ്ട് പോകുന്നൊന്നുമല്ല, ചൂടെടുത്തിട്ട് വയ്യായി. അവിടെ നിന്ന് തന്നെ നേരെ ചൂടത്തോട്ട് വന്നു. ഇതിൽ നല്ല രസമുണ്ട് കേട്ടോ. ഓരോരുത്തർ അവിടെ നിന്ന് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പോയി. അവിടെ കുറേ ആനയും നമ്മൾ ഈ ഫസ്റ്റൊക്കെ കാണാൻ മുമ്പ് നടക്കുന്നത് കണ്ടിട്ടില്ലേ, ഇവിടെ കൂളർ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ, അക്രി സാധനങ്ങൾ, പിന്നെ അവരുടെ കരകൗശല വസ്തുക്കളും അവരുടെ നാടിൻ്റെ തനതായ രുചി അച്ചാറുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ബുക്സ് കാര്യങ്ങളൊക്കെ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, രസമേ ഉള്ളായിരുന്നു. അതിനിടയ്ക്ക് ഒരു ചേട്ടൻ വന്ന് മസാജർ വന്നിട്ട് നമ്മുടെ ദേഹത്തോട്ട് ഓടിച്ചിട്ട് ദൈവമേ എനിക്ക് പേടിയായി. ഞാൻ ചോക്കടി ചത്തന്ന്. ഇത് കൊള്ളാം കേട്ടോ, ഫർണിച്ചറിൻ്റെ കൊള്ളാം, കയറി കിടക്കാൻ തോന്നി. പിന്നെ വേണ്ട അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് നമ്മൾ നേരെ നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മോൻ നിൽപ്പുണ്ട്. അവനെ 100 രൂപയ്ക്ക് തന്നെ ഈ പപ്പടം വെക്കുന്നുണ്ട്. ഇത് വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കിയ പപ്പടമാണ്. കോവയ്ക്ക, പാവയ്ക്ക, ബീട്രൂട്ട്, അങ്ങനെ. പിന്നെ ഈ അച്ചാറുകൾ അച്ചാറുകളല്ല, ഫ്രൈങ്സോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ നാടൻ മിഠായികൾ. ഈ ഇരിക്കുന്ന മിഠായികളൊക്കെ ഞാൻ ഇതിനകത്ത് ഒരുപാട് മിഠായി ആദ്യമായിട്ട് കാണുകയാണ്. ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഞങ്ങൾ കഴിച്ച ഒരുപാട് മിഠായിസ് ഉണ്ട്. ഈ പൈസ മിഠായി ഞാൻ കണ്ടിട്ടില്ല, മേ ബി ഞാൻ കാണാത്തതായിരിക്കും. സിഗരറ്റ് മിഠായി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. മിഠായികളിൽ വെറൈറ്റീസാണ്. ഇപ്പം എല്ലാ ഫെസ്റ്റിനും ഇങ്ങനെ മിഠായിയുടെ കളക്ഷൻസ് ഉണ്ടല്ലോ, ഓരോരുത്തർക്ക് ഒരു സ്റ്റോൾ ഇടുന്നുണ്ടല്ലോ, അങ്ങനെ കുറേ. അപ്പം അവന്മാർക്ക് എന്തോ മിഠായിയൊക്കെ മേടിച്ചു. അങ്ങനെ പേട വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് തിരിച്ചു വെച്ചേക്കാം. കാര്യം 500 എന്ന് നിൽക്കുന്ന ഷുഗർ അമ്മ പേട കഴിച്ചിട്ട് 600 എന്നാവും, വെറുതെ എന്തിനാ. പിന്നെ ഈ മാഗോട്ടി ഇതെനിക്ക് താല്പര്യമില്ല, മേടിച്ചില്ല. പിന്നെ കുറച്ച് കുക്കീസ് ഉണ്ടായിരുന്നു, ഹോം മെയ്ഡ് കുക്കീസ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ചീപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അതും കണ്ട് അവിടെ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ട് എൻ്റെ പൊന്നച്ഛനേ, വേദന മാറാനൊരു കയ്യിലോട്ട് തൂത്ത് തന്നെ എൻ്റെ കിളി പോയി, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നോർത്ത് ഇന്ത്യൻ അച്ചാർസ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഇവിടെ ഗരം മസാലക്കൂട്ടുണ്ട്, അതമ്മ മേടിച്ചെന്ന് തോന്നുന്നു.
അതൊക്കെ കണ്ട് കേട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. പക്ഷേ നമ്മൾക്ക് പുറത്തോട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം റൈഡ് എങ്ങാണ്ടുണ്ട്, ഫ്രീ റൈഡാണ്. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് ഫ്രീ റൈഡ് എങ്ങാണ്ട. അപ്പോൾ 2 റൈഡ് ഫ്രീ ആണ്. അപ്പോൾ ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് കയറത്തില്ല. അതുകൊണ്ട് അവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ പോയി വെള്ളം മേടിച്ച്. ഞാൻ ഒരു റൈഡിലും കയറത്തില്ല. എനിക്ക് ഭയങ്കര ആങ്സൈറ്റി പാനിക് ആകുന്നതുകൊണ്ട് ഞാനൊന്നും കയറത്തില്ല. അവരെ കയറ്റി ചേച്ചി കയറിയതായിരുന്നു വിറ്റ്. ഈ സംഭവത്തിൽ അമ്മ കയറി. അമ്മ അതിൽ കയറിയപ്പോഴേ എനിക്ക് ടെൻഷനായിരുന്നു. അമ്മയ്ക്ക് എന്തായിരുന്നു ഹെൽത്ത് വൈസ് സമയം ഓക്കെ അല്ല. അതുകൊണ്ട് എനിക്ക് പേടിയായി എന്തായാലും ഇറങ്ങും എന്നൊക്കെ. എന്നിട്ട് ഇതിനകത്ത് എൻ്റെ ചേച്ചി ആദ്യം അമ്പാടിയും കൂടെ കയറി. എൻ്റെ പൊന്നെ, ആ റൈഡ് ഇരുന്നതിൽ വെച്ചിട്ട് എൻ്റെ ചേച്ചി കൊണ്ട് അവിടെ കിടന്ന് കരയുന്നത് കണ്ടോ? അവിടെയൊക്കെ നല്ലറി കൂവായിരുന്നു. പിന്നെ അവൾ അതിൽ നിന്ന് ജീവൻ കൊണ്ട് ഓടി. പിന്നെ ഇതിൽ വലിഞ്ഞ് കയറി. അതിലും കുറച്ചൊരു 10 മിനിറ്റ് കളിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ആദ്യം കാല് നനയ്ക്കണമെന്ന് പറഞ്ഞ് ആദ്യം പിന്നെ അവിടെ അലമ്പായിരുന്നു, ഭയങ്കര അലമ്പൻ ചെറുക്കനേ. ആദ്യം കൊണ്ട് പിന്നെ ബീച്ചിലിറങ്ങി കാല് നനച്ച് വീട്ടിൽ വന്ന് അവൻ കൊണ്ടുവന്ന് മിഠായെല്ലാം തുറന്ന് നോക്കി തിന്നു. ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.